റൈറ്റർ ഡയറക്ടർ ഗൗതം തിന്നനൂരി. കൈവിട്ട കളിയൊന്നും കളിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് തെറ്റിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ജേഴ്സിയിലൊക്കെ ഡയറക്ടറാണ്, അപ്പോൾ റേഞ്ച് അറിയാലോ. അനിരുദ്ധിന്റെ കിടുക്കാച്ചി ബീജി. ഈ സിനിമയുടെ ഒറിജിനൽ സ്കോർ അനിരുദ്ധ്. ഈ സിനിമ ഇത്ര എലിവേറ്റ് ചെയ്യുന്നതിൽ, ഇത്രയും എൻഗേജിങ് ആക്കുന്നതിൽ, ഇത്രയും ഇമോഷൻസ് ട്രാൻസാക്ട് ചെയ്യുന്നതിൽ അനിരുദ്ധ് പൈസ പങ്ക് പറഞ്ഞ ചില്ലറയില്ല, ചെമ്പും ചില്ലറയില്ല. അതുപോലെ തന്നെ കാത്തിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു, നമ്മുടെ വിജയ് ദേവാരകൊണ്ട. അതെ, ആളുടെ ഇതിന് മുമ്പ് വന്നുള്ളതൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. എന്തായാലും ഇതൊരു തിരിച്ചുവരവാണോ എന്നുള്ളതാണ് പറയാനുള്ളത്. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇവരുടെ ലുക്ക്, ഹെയറും ഇവരുടെ വാക്കും, പിന്നെ ഗൺഫയറും ബൈക്കും, ഒരുപാട് പരിപാടി ഉണ്ട്. എന്തായാലും നമുക്ക് അഭിമാനിക്കാനുള്ള കുറെ കാര്യങ്ങൾ കേട്ടോ. മലയാളത്തിൽ നിന്ന് ഒരു പിടി ആൾക്കാരുണ്ട്. DOP രണ്ടും മലയാളികളാണ്. നമ്മുടെ ജോമോൻ ടീച്ചോണും ഗിരീഷ് ഗംഗാധരൻ ISC, രണ്ടുപേരും ISC ആണ്. അന്യവോക്ക് ഇത് എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഏജാതി വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ തോന്നിപ്പോവാണ്. ഇനി അഭിനയിച്ചതിൽ നോക്കിക്കഴിഞ്ഞാൽ വെങ്കടേഷ്, ഞാൻ പറഞ്ഞ വെങ്കടേഷ് കിടലം പെർഫോമൻസ്. പുള്ളിയുടെ വില്ലത്തിന് പറഞ്ഞാൽ പുള്ളിയിരുന്നു, അദ്ദേഹത്തിന് അനി കിടലം ബീജം കൊടുത്തിട്ടുണ്ട്. ആളുടെ കോൺഫിഡൻസ് വർക്കുന്നല്ല തോന്നുന്നത്. അങ്ങനത്തെ ഒരു സ്പീച്ച് ആണ് നടത്തണമെങ്കിൽ അതിനുള്ള മുതലാളി ചെയ്തു വെച്ചിട്ടാണ്. ആളുടെ ക്യാരക്ടർ മോനെ ബ്ലഡ് ഷെഡ് ആണ് എങ്കിലും ഭംഗിയിലെടുത്ത് വെച്ചിട്ടുണ്ട് വയലൻസ് ഒക്കെ. അങ്ങനെ ഭീകര ബ്ലഡ് ബൈത്തിങ് ഒന്നുമില്ല, എന്നാലും നല്ല വെട്ടും കുത്തും പരിപാടിക്ക് അവസാനമുണ്ട്. വയലൻസ് ഒക്കെ കാണാൻ നല്ല പുള്ളിയാണ്. അങ്ങനെ കുറെ പേര് ചേർന്ന് പെർഫോം ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആയിട്ടുള്ള സിനിമ. ഒന്നും ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു മാസ് പാട്ട് വിട്ട് തോക്ക് കൊടുത്ത് വെടിവെച്ച് പടം ക്ലൈമാക്സ് ആവുകയാണ്. ഇത് എന്താ പരിപാടി എന്ന് മനസ്സിലാവുന്നതിന് മുന്നേ പടം തീരുന്നു. അതായത് 2 പാർട്ടിലാണ് ഈ സിനിമ വരുന്നത്. ഇതിനെല്ലാം ഉത്തരവുമായി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരും എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുകയാണ്.